ഇപ്പം എത്തിയിരിക്കുന്നത് കോട്ടേശ്വറാണ്. അതായത് ഇന്ത്യയുടെ ഗുജറാത്തിലുള്ള ഭുജിലെ ഒരു കോർണറുണ്ട്. ആ കോർണറിലെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. മേളിൽ കയറുന്നില്ല, ഭയങ്കര വെയിലാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വരെ വന്നതുകൊണ്ട് എനിക്ക് ആ കോർണർ ടെമ്പിൾ എത്തണമായിരുന്നു. അങ്ങനെ വന്നതാ. നല്ല ചൂടും അത് പോയിട്ട് ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. കയറി കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു കോർണറൂടെ അച്ചീവ് ചെയ്തു. ടെമ്പിൾ കണ്ടുകൂടാ, വെയിൽ കാരണം അത്രയും വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പോൾ കോട്ടേശ്വർ എത്തി. ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ വണ്ടി ഇവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ലഖ്പത് ലാസ്റ്റ് വില്ലേജ് പോകണം. ഇവിടെ നിന്ന് ഈ സമുദ്രം, അതായത് ഇത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് പാകിസ്ഥാൻ. കാണാൻ പറ്റത്തില്ല, നമ്മൾ ഇവിടെ നിന്നുണ്ട് നമ്മുടെ രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്ക കാണും പോലെ തന്നെയാണ്. കാണാനൊന്നും പറ്റത്തില്ല, പക്ഷേ പറയാമല്ലോ ഇതാണ് സമുദ്രസീമയുടെ സമാപ്തി. अदायद ये तो मैं इंडिया की एक कॉर्नर पे हूँ. कोटेश्वर वे समुद्र की लास्ट सीमा पर है. यही है ये टेम्पल. वो समुद्र के किनारे पर है ये टेम्पल. तो मैं ये घूम चुका. अभी तो मुझे जाना लखपत. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ് ലഖ്പതിലാണ്. ഇത് ലഖ്പത് ഫോർട്ടാണ്. ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് കടലാണ് വരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് വില്ലേജ് കൂടെയാണ് ഞാൻ കാണാനായിട്ടുള്ള ഒരു രീതിയിൽ വന്നത്. ഇവിടെ ഒരു ടവർ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ടവറൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് ഈ വഴി തന്നെ മാതാക്ക മഡ്, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മാതാനോ മഡ്, അങ്ങോട്ട് പോകാം. 39 കിലോമീറ്ററുള്ള എൻ്റെ സ്റ്റേ ചെയ്യുന്ന അതിനടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇതാണ് ലഖ്പതിലുള്ള ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരെ നമുക്ക് പോകാൻ പറ്റും. ഈ കാണുന്ന ഭാഗത്തിൻ്റെ ഇവിടെ ഒരു മതിലുണ്ട്. ഈ മതിൽ കഴിഞ്ഞാൽ നേരെ വരുന്നത് കടലാണ്. നമുക്കിതുവരെ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ വരുന്നവർക്ക് ഈ ബസ്സിൽ വരാൻ പറ്റുന്നതാണ്.